സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്തും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കാലത്തും ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ നിറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുൻപ് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന കേരളത്തിൻ്റെ ഒരു ADGP ആയിരുന്ന MR അജിത് കുമാർ. അദ്ദേഹം ഇപ്പോഴും ADGP തസ്തികയിലുണ്ട്. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ ദല്ലാളായി നിന്നുകൊണ്ട് സർക്കാരിന് വേണ്ടി വഴിവിട്ട പല പ്രവർത്തനങ്ങളും നൽകി, അല്ലെങ്കിൽ പല ഇടപാടുകളിലും അദ്ദേഹം കക്ഷിയായി എന്നുള്ള ആക്ഷേപങ്ങൾ ധാരാളമായി ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. തൃശ്ശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കുന്നതിന് വേണ്ടി RSSൻ്റെ ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസബിളയുമായുണ്ടായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിണറായി വിജയനും BJPയും തമ്മിൽ ഉണ്ടാക്കിയ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പൂരം കലക്കി തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ ഹിന്ദുക്കളുടെ ഒരു വികാരമായ പൂരം കലക്കി ആ പൂരവേദിയിലേക്ക് വീണ്ടും സുരേഷ് ഗോപിനെ അർദ്ധരാത്രിയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ സുരേഷ് ഗോപി ഇടപെട്ട് പൂരം പുനരാരംഭിച്ചു എന്നുള്ളൊരു നറേഷൻ ഉണ്ടാക്കി സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും ലോക്സഭാ സ്ഥാനാർത്ഥിയായി വിജയിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഇത് പിണറായി വിജയന് വേണ്ടി ചുക്കാൻ പിടിച്ചത് ADGP ആയിരുന്ന അജിത് കുമാർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് ADGP തൃശ്ശൂർ പൂരം കലക്കി എന്നാണ് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് DGP ADGPയെ ഈ സമയത്ത് ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം മൂകാംബികയ്ക്ക് പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിണറായി വിജയന്റെ ക്യാമ്പിൽ പിണറായി വിജയനേക്കാൾ ശക്തനായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന PV അൻവർ, നിലമ്പൂരിലെ മുൻ MLA ആയിരുന്ന PV അൻവർ പിണറായി വിജയൻ ക്യാമ്പിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വന്നപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപത്തായി ADGP MR അജിത് കുമാർ പണിയുന്നത് കവടിയാർ കൊട്ടാരത്തിന് സമാനമായൊരു മണിമന്ദിരമാണ്. ഇതിന് എവിടെ നിന്നാണ് ADGPക്ക് പണം ലഭിച്ചത്? വഴിവിട്ട ചില പ്രവൃത്തികളിൽ ADGP സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനവുമായി, അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും പിണറായി വിജയന്റെ പോലീസിന്റെ ഗുണ്ടകളും ചേർന്ന് അടിച്ചമർത്തുന്ന കാഴ്ച നാം കണ്ടു. അത്തരം കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് പിണറായി വിജയന്റെ പോലീസ് ഗുണ്ടകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ADGP MR അജിത് കുമാർ പോലീസ് രേഖകളിൽ വരെ തിരുത്തലുകൾ നടത്തി എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DGPയുടെ മേശപ്പുറത്തിരുന്നിട്ടും എന്തുകൊണ്ടാണ് വി ഡി സതീശൻ സർക്കാരിന് ADGP MR അജിത് കുമാറിന് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല പിണറായി വിജയന്റെ പിന്തുടർച്ചക്കാരനാണോ എന്നാണ് ജനം സംശയിക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ, മാറിയ ഭരണത്തിന് കീഴിൽ നീതി എന്നത് സ്വന്തം രാഷ്ട്രീയ കക്ഷികളുടെ, സ്വന്തം അണികളുടെ ചോര പൊടിഞ്ഞ കേസിൽ പോലും നടപ്പാക്കില്ലേ എന്നാണ് വി ഡി സതീശനോട് ഇപ്പോൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഉള്ള ആളുകൾ ചോദിക്കുന്നത്. ഈ ADGP എന്തിനാണ് ഇങ്ങനെ ചെറുകിനടിയിൽ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സ്ഥാനക്കയറ്റ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നവരെ ADGPക്കെതിരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും പൂഴ്ത്തിയിരിക്കുന്നു എന്നൊരു ആരോപണം കൂടി പുറത്തു വരുന്നു. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ശരിക്കല്ല സംഭവിപ്പിച്ചത്, അജിത് കുമാർ പോലീസിലൊരു കൊടിസൂനി എന്ന് വേണം പറയാം. രാഷ്ട്രീയ, അതായത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരം ഏത് വൃത്തികേടും ഏത് നിയമവിരുദ്ധ മാർഗത്തിൽ കൂടെ ചെയ്തു നേതാക്കന്മാർക്ക് മേലാളന്മാരെ തൃപ്തിപ്പെടുത്താൻ താല്പര്യമെടുത്തിരുന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അജിത് കുമാറിൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല, BJP നേതൃത്വവുമായും അദ്ദേഹം നല്ല ചങ്ങാത്തം സാധിച്ചു. കാരണം അജിത് കുമാറൊക്കെ കണക്ക് കൂട്ടിയത് ഒരിക്കൽ കൂടെ കേരളത്തിൽ പിണറായി വിജയനും, മൂന്നാം ടേമായിട്ട് പിണറായി വിജയനും, അതുപോലെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും തുടരും. അപ്പോൾ ആയുഷ്കാലം അവർ രണ്ടുപേരും ഉള്ളിടത്തോളം കാലം, ആ സ്ഥാനങ്ങളിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് താൻ ഇഷ്ടപ്രകാരം
ഡെപ്യൂട്ടേഷനായിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പോസ്റ്റിങ്ങുകൾ ഇഷ്ടംപോലെ നമ്മുടെ എബ്രാഹത്തിനെ പോലെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം പോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. തച്ചങ്കരി ഇപ്പോഴും ബാഡ്ജും വെച്ചാണ് നടക്കുന്നത്. അതുപോലെ നല്ല പോസ്റ്റിങ്ങൊക്കെ പ്രതീക്ഷിച്ച് സുഖമായിട്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സതീശൻ കണ്ടില്ലെങ്കിലും രമേശ് കണ്ടില്ലെങ്കിലും രമേശ് ചെന്നിത്തല കണ്ടില്ലെങ്കിലും ഇതെല്ലാം കാണുന്ന കേരളത്തിലെ ജനം ഇവരൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് കേരളത്തിലെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലവും പിന്നീട് വന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലെ ഫലവും. ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അജിത് കുമാറിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് ഘടകങ്ങൾ പാർട്ടിക്കകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സംയുക്ത മുന്നണി, പാർട്ടിക്കകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു മുന്നണി ഉണ്ടാവുകയും പാർട്ടിയുടെ നിയന്ത്രണം തന്നെ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. പിണറായി വിജയനൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ഭരണ സംവിധാനത്തിൽ. ആ ഗ്രൂപ്പാണ് ഇപ്പോഴും പിണറായി വിജയനെ എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ സീനിയർ നേതാക്കന്മാർക്ക് ഇവരുടെ കളി എന്താണെന്ന് മനസ്സിലായി, അതിനെ മറികടക്കാൻ നോക്കുന്നുണ്ട്. ഇനി എന്താ അജിത് കുമാർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ നടക്കുന്ന കാര്യങ്ങളാണോ? അപ്പോൾ അവിടെ ദേവസ്വത്തിൽ പൂരം കലക്കാൻ വേണ്ടി എടുത്ത എളുപ്പ വഴി സാധാരണ നമ്മൾ ലോ ക്ലാസ് സിനിമകളിൽ അല്ലെ തേർഡ് ഗ്രേഡ് സിനിമകളിൽ കാണുന്ന പോലെ കാമുകിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ കാമുകിയെ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളെ അടിച്ചോടിക്കുന്ന നായകൻ. കാരണം അതെല്ലാം പ്ലാൻഡാണ്, അറേഞ്ച്ഡാണ്. ഗുണ്ടകളെ കാശ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. നായകനെ കൈവീശുമ്പോൾ തന്നെ ഓടാൻ തയ്യാറുള്ള ഗുണ്ടകളുമാണ്. അപ്പോൾ അതുപോലെ പൂരം കിളക്കാൻ വന്നവരെ അതിനെ സുരേഷ് ഗോപി എന്ന ഹീറോ ഇങ്ങ് വരികയാണ്. സിനിമയിലെ പോലെ തന്നെ ഇങ്ങ് വരികയും പൂരം നടത്തിക്കാൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പൂരം വിജയകരമായി നടത്താൻ മുൻകൈ എടുക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ അതോടുകൂടി ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവർ പകുതി വിജയിച്ചു എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ തുടർച്ച പല സ്ഥലത്തും വീണ്ടും വീണ്ടും കാണുകയാണ്. അപ്പോൾ ഒരിടത്ത് നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ പോകുമ്പോൾ തന്നെ സുരേന്ദ്രൻ്റെ കള്ളക്കടത്തും എവിടെ അന്വേഷണം പോയെന്നറിയാമോ? ഇതെല്ലാം ബാലൻസ് ചെയ്ത് പക്ഷപ്രതിപക്ഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കേസുകളായിട്ട് ഇതെല്ലാം മാറുകയാണ്. അന്നെന്തായാലും സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്ക് മുതൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെ ഒരു 19 കിലോമീറ്റർ നേരം കിലോമീറ്റർ ദൂരം വെയിലത്തിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ കേസാണല്ലോ, എത്ര നാൾ വേണം കേസ് മുന്നോട്ട് പോകാമല്ലോ. ലാവ്ലിൻ കേസ് മാതൃകയായിട്ട് എടുത്തുകൊണ്ട് ഈ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ BJPക്കോ എതിരായി വരുന്ന കേസുകളോ ഒന്നിനു പുറകെ ഒന്നായി എത്ര വർഷം വേണം മാറ്റി വയ്ക്കാവുന്നേ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും സ്വർണ്ണ ലിപികൾ എഴുതും. ഇത്രയും ക്ഷമയോടെ കേട്ട വാർത്തയില്ലാന്ന് പറഞ്ഞാൽ. പക്ഷേ അജിത് കുമാർ ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നു. അതിൻ്റെ ഉത്തരം പറയേണ്ട ആൾ ആരാണ്? VD സതീശനാണ്. അത് അജിത് കുമാർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യം VD സതീശനുണ്ടോ ശരിക്കും? അല്ല, ഏത് മേഖലയിലും ഈ അജിത് കുമാറിനെ സംരക്ഷിച്ചാൽ പോലും ഈ നവകേരള യാത്രക്കിടയിൽ കരിങ്കൊടി കാണിക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാൻ അതൊരു സമരമുറ തന്നെയാണ്. അപ്പോൾ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ആ ഒരു പ്രവൃത്തി നമ്മൾ തത്സമയം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. ആലപ്പുഴയിൽ AD തോമസ് അടക്കമുള്ള ആളുകളുടെ തല തല്ലിപ്പൊളിക്കുന്നത് ജനം കണ്ടതാണ്. കല്യാശ്ശേരിയിൽ ചെടിച്ചട്ടിയും മറ്റും എടുത്തിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലക്കടിക്കുന്നത് കണ്ട്. ഇതിന് രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. അന്ന് ചിന്തിയ ചോരയ്ക്ക്, അതായത് യൂത്ത് കോൺഗ്രസ് അണികളാണല്ലോ എല്ലാ പാർട്ടികളുടെയും ആവേശവും അവരുടെ അഭിമാനവും സ്വത്തും അത് തന്നെയാണ്. അപ്പോൾ ഈ അണികൾക്ക് ഉണ്ടായിട്ടുള്ള വേദന അല്ലെങ്കിൽ അണികളുടെ ഈ രക്തം ചിന്തിയ രക്തം പൊടിഞ്ഞ കേസിൽ പോലും ന്യായയുക്തമായ നീതിയുക്തമായ തീരുമാനം കൈക്കൊള്ളാൻ VD സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്കും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് അത്തരത്തിലൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും. അല്ല, കോൺഗ്രസ് ഇപ്പോൾ ആ രീതി തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അജിത് കുമാർ എൻ്റെ കാലത്തല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, പിണറായിയുടെ കാലത്താണ്. അത് നിയമത്തിൻ്റെ വഴി നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ എളുപ്പം വാചകം പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ ഒന്നുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയവരെ വെറുതെ നിയമത്തിൻ്റെ വഴിക്ക് വിടുന്ന കുഴപ്പമില്ല. ആ നിയമം കർശനമായിട്ട് തന്നെ നടപ്പാക്കണ്ടേ?
അല്ല, കോടതി പറഞ്ഞിട്ടുണ്ട് ഈ AD തോമസ് അടക്കമുള്ള ആളുകൾക്ക് മർദ്ദനം ഏൽക്കുന്ന സാഹചര്യത്തിൽ അത് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ആ ദൃശ്യങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പിണറായി വിജയൻ സർക്കാരിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസ് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതാണ് പിന്നീട് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കോടതിയുടെ ആ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ കേസുമായി മുന്നോട്ട് പോയത്. അപ്പൊ ഇപ്പോൾ ഇതാ ഈ ADGP MR അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു. ഈ സാഹചര്യത്തെയാണ് ഇവിടെ പിണറായി വിജയനും VD സതീശനും ഒരുപോലെ സ്വീകാര്യനായി എന്തുകൊണ്ടാണ് ADGP MR അജിത് കുമാർ മാറുന്നത് എന്നുള്ള ചോദ്യം വലിയ വിഷയമുണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. പിണറായി വിജയനും VD സതീശനും മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപോലെ സ്വീകാര്യനായി. അതെ, കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും പിടിച്ച് മേടിക്കുക, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കോംപ്രമൈസ് ആയിട്ട് മേടിച്ചതാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ആഭ്യന്തരമന്ത്രി സ്ഥാനം മേടിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും ആഭ്യന്തരമന്ത്രി സ്ഥാനം മേടിക്കുന്ന സമയത്താണ് പ്രമാദമായ TP ചന്ദ്രശേഖർ കേസുണ്ടായത്. ആ കേസ് രമേശ് ചാർജ് എടുത്ത ശേഷം ആ കേസിന് എന്ത് സംഭവിച്ചു? തേഞ്ഞുമാഞ്ഞു പോയി. ആ അന്വേഷണം മുമ്പോട്ട് പോയോ? അല്ല, അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിൽ ആ കേസ് വലിയ പുരോഗതി പ്രാപിച്ചതായിരുന്നു. കാരണം അന്ന് ഈ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിലെ ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള ഗ്രാമം എന്ന് പറയുന്ന മുടക്കോഴിമല, അവിടെയാണ്, ആ മലയ്ക്ക് മുകളിലാണ് ഈ TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രിമിനൽസും ഒളിച്ചിരുന്നത്. അപ്പോൾ ദിവസങ്ങളോളം അവിടെ ഒളിച്ചിരുന്ന അവരെ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ജാഗ്രതയോട് കൂടിയുള്ള ഒരു ഏകോപനത്തിലൂടെയാണ് അന്ന് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ കേരളം വലിയ കാര്യമായി വിചാരിച്ചു, ഈ കൃത്യമായി പ്രതികളെ കസ്റ്റഡിയിലെടുക്കും, മാതൃകാപരമായി ശിക്ഷിക്കും, ഇനി ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ ധരിച്ചു. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് രമേശ് ചെന്നിത്തലയിലേക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം കൈമാറിയതോടുകൂടി ഒരു സെക്രട്ടറിയേറ്റ്, പിണറായി വിജയന്റെ ഇഷ്ടത്തോടനായ സുമാനൻ നായരുടെ വിശ്വസ്തരായ രമേശ് ചെന്നിത്തല അധികാരമേറ്റതോടുകൂടി ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി TP ചന്ദ്രശേഖരൻ വധക്കേസും ഒത്തുതീർപ്പാക്കി എന്നുള്ള ഒരു കിംവദന്തിയാണ് അന്ന് രാഷ്ട്രീയ എന്തായാലും അതിനുശേഷം TP ചന്ദ്രശേഖരൻ വധക്കേസുമായി കേരള പോലീസ് ബഹുദൂരം മുന്നോട്ട് പോകുന്നൊന്നും നമ്മൾ കണ്ടില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിലും ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വന്നപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിലൊന്നും കൃത്യമായൊരു അന്വേഷണം നടക്കുന്നില്ല. ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥാനക്കയറ്റ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MR അജിത് കുമാറിനെതിരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും പൂഴ്ത്തിവെച്ചിരിക്കുന്നു. ഇനി ഒരു സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരം ആരോപണങ്ങൾ തടസ്സമാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ വലിയൊരു അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യം തന്നെയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.